here. Roji karna hai. Don't forget. Starting. ഇത് നോക്ക്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭക്തന്മാർക്ക് ഇരിക്കാനും പറയാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്ഥലങ്ങൾ. ഈ ഹാളിൻ്റെ അകത്ത് 5000 പേർക്ക് ഇരിക്കാം. ഇവിടെ സാംസ്കാരികമായിട്ടുള്ളത് ഇത് നോക്ക്, ഭാരതം മുഴുവനും നേപ്പാളും ഒക്കെ പോയ രഥമാണ്. എന്തിനാണ്? ഒരു അമ്പലക്കാരൻ വേറൊരു അമ്പലത്തിൽ പോകില്ല, ഹനുമാൻ്റെ അമ്പലക്കാരൻ രാമൻ്റെ അമ്പലത്തിൽ പോകില്ല, പാർവതി ജയതിയുടെ അമ്പലക്കാരൻ ശിവൻ്റെ അവിടെ പോകില്ല. ഇങ്ങനെ സങ്കുചിതമായി തകരുന്ന ഒരവസ്ഥയ്ക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരുപാടുണ്ട്. എല്ലാം കൂടെ ഒരു 10-47 ക്ഷേത്രമുണ്ട് ഇവിടെ. പിന്നെ ഹാളുകളാണെങ്കിൽ വലിയതുണ്ട്. ഇവിടെ തന്നെ ചാർധാം ഉണ്ടാക്കിയിട്ടുണ്ട്, അയോധ്യ, ദ്വാരക, ഇവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയാണ് ഇരിക്കാനുള്ള കസേരയുടെ പുറത്ത് വേറൊരു കസേര കയറ്റിയിരിക്കണം. കാരണം ഇന്ന് അവിടെ പട്ടി വന്നിരിക്കാനും. എല്ലാം കൂടെ 10-25 പട്ടിയുണ്ട്, ഒരു 10-50 പശുക്കളുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലല്ലോ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരിലേക്കും ഉള്ള, അതായത് സബ്കാ ബാപ്കാ ഹേ, അതുകൊണ്ട് ഇതെല്ലാവർക്കും ന്യായമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉപയോഗിക്കുവാനുള്ള മാനസിക അവസ്ഥ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ശബരിമലത്തെ ഇന്നത്തെ അവസ്ഥ. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നത്തെ അവസ്ഥ. അവിടെയൊക്കെ വരാമെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും അതിനെയൊക്കെ ആളുകൾക്ക് തകർക്കാൻ ഏതാനും നിമിഷങ്ങൾ മതി. അതുപോരാ, ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ ശരീരം സൂക്ഷിക്കാൻ, ബുദ്ധി സൂക്ഷിക്കാൻ, മനസ്സ് സൂക്ഷിക്കുവാൻ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന 10 രൂപ ക്യൂവിൽ നിൽക്കുമ്പോൾ രൂപ കൊടുക്കണോ? ഒരു നിവൃത്തിയില്ലാതെ ഭഗവാനെ എനിക്ക് വീടില്ല, കിടക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവന് നമുക്ക് അമ്പലത്തിൽ പോയിരിക്കാം. ശാന്തമാണ്, അവിടെ യാതൊരു പ്രയാസവുമില്ല. അവിടെ മനസ്സിന് സുഖമാക്കിയിട്ട് നീ വീട്ടിൽ പോ, ഒരാഴ്ച അമ്പലത്തിൽ പോയിരുന്ന മാനസിക സുഖം കിട്ടും. ആ സ്ഥലത്ത് അവനൊക്കെ ക്യൂവിൽ നിൽക്കാൻ രൂപ കൊടുക്കണം. മുമ്പ് നിൽക്കാൻ 1000 രൂപ, പിന്നെ നിൽക്കാൻ 20. ഒരൊറ്റ പൈസ കൊടുക്കരുത്. ക്യൂ നിൽക്കാൻ പൈസ എങ്കിൽ ആട്ടി കൊടുക്കണം. പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുവാൻ, കാണാൻ, തൊഴുവാൻ എന്ന്. അതിനേക്കാളും നല്ലതെന്താണ്? അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോകരുത്. അവിടെ സമത്വത്തിനെ കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ എൻ്റെ വീട്ടിൽ പോരട്ടെ, ലോകത്തെ സുഖം മുഴുവൻ എന്നെ വീട്ടിൽ കൊണ്ട്. ഖബർദാർ, അതുപോലെയുള്ളത് അനുവദിച്ചു കൊടുക്കരുത്. ജയ് ശ്രീറാം. അവിടെ വന്നാൽ ചീത്ത അറിയുന്നില്ല.